guys, welcome back to VDogs. Guys, in this video, guess the restaurant by emoji challenge. റെസ്റ്റോറന്റ് ബൈ ഇമോജി. അത് ഏത് റെസ്റ്റോറന്റ് ആണ് കണ്ടുപിടിക്കണം. കൊച്ചിയിലുള്ളതാണോ അതോ ഓൾ ഇന്ത്യ ആണോ? ഓൾ വേൾഡ് അല്ലാണ്ട് പിന്നെ കൊച്ചിയിലുള്ള വിചാരിച്ചോ? എന്നാ ശരി, രണ്ട് തട്ടാണ്ട് പേര് പറഞ്ഞ 5 സ്റ്റാർ തട്ടുക. ഗൈസ്, അപ്പൊ എന്തായാലും ചാലഞ്ച് എന്ന് വെച്ചാൽ ഗൈസ് ഓക്കെ ഇമോജി വെച്ചിട്ട് റെസ്റ്റോറന്റ് ഏതാന്നുള്ളത് ഗസ് ചെയ്യണം ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ചാലഞ്ചിൽ 3 പേര് ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിക്കുന്നത്. KMC Common and Admin BCB and Rashik DB ഗൈസ്. ഓക്കെ, അപ്പൊ ആർക്കാണോ ഉത്തരം അറിയുന്നത് അവർ കൈ വെക്കുക, ഉത്തരം പറയാ. ശരിയാണെങ്കിൽ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും, തെറ്റുത്തരം പറയുകയാണെങ്കിൽ -പോയിന്റ് ആവുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, മൈനസ് പോയിന്റ് ഉണ്ട് കേട്ടല്ലോ. അറിയുന്നതിന് മാത്രം കൈ പൊക്കി പറയാം. ഷോർട്ട് ചലഞ്ച് അല്ലേ ഇത്? ഫുൾ വീഡിയോ ചലഞ്ച് എല്ലാം കൂടി കൈ വെക്കരുത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അവിടെ കാണിക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഏതൊക്കെയാണ് ഇമോജി എന്നുള്ളത് നമുക്ക് നോക്കാം, ഏതാണ് റെസ്റ്റോറന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, കൈ പൊക്കി ഉത്തരം പറയാം. പറഞ്ഞോട്ടാ ടാക്കോസ് ബെൽ ആണോ അല്ലയോ? അത് പറ്റത്തില്ല, കറക്റ്റ് പറയണം. അല്ലേ? അയ്യോ, അതെന്തുവാ? അതൊക്കെ ഒരു ഇതാണോ? അതൊക്കെ ഇതാണ്. പിന്നെ തെറ്റുത്തരം പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയാണ് ഇവിടെ മൊത്തം അടി കിടക്കും, അറിയാലോ. ടാക്കോ ബെൽ. ടാക്കോസ് ബെൽ എന്നാണല്ലോ ആദ്യം പറഞ്ഞ മോൻ. ആദ്യം കുഴപ്പമില്ല. അതൊന്നും വിഷയമില്ല. ടാക്കോസ് ബെൽ ടാക്കോ ബെൽ എന്ന് പറയുന്നത്. എഡ്വിൻ BCB ഇവിടെ ഫസ്റ്റ്. അതിന്റെ പേര് അല്ല, അവൻ ആ പേര് വെച്ച് പറഞ്ഞല്ല, ആ റെസ്റ്റോറന്റ് അതെനിക്കറിയാമല്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ ഉത്തരം ഗൈസ് എഡ്വിൻ BCB പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 പോയിന്റ് എഴുതിക്കാം. ഞാനത് ആദ്യം മറ്റേ സാൻഡ്വിച്ച് എന്തൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അല്ലാതെ ഒന്ന് ഇത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്ലീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോരട്ടെ. ഡൊമിനോസ് അല്ലേ? എനിക്ക് പറ. ഡൊമിനോസ് ലോഗോ അങ്ങനെയല്ലേ ഇരിക്കുന്നത്? അതല്ല, ഡൊമിനോസിന്റെ ലോഗോ അല്ലേ ഇരിക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? ആ, പോളാ അവിടുന്ന് ഡൊമിനോസിന്റെ ലോഗോ ഇരിക്കുന്നത്. ഡൊമിനോസ് പിസ്സ. അതാ ഡൊമിനോസിന്റെ ലോഗോയിലാണ് ആ ഡൈസ് ഉണ്ട്. ശരിയാ. ഡൊമിനോസ് എങ്ങനെയാണെന്നാണ് മറ്റേ ഡൈസ് അല്ലേ? ലോഗോ നോക്കടാ. ഡൈസും പിസ്സയും ഡൊമിനോസ്. അതല്ലേ ഡൊമിനോസിന്റെ ലോഗോ. അതിന്റെ പേര് വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ മൈനസ് പ്ലസ് ആക്കിക്കോ, +1. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇവിടെ 1-1 ആയിട്ടുണ്ട്. തുടങ്ങിയില്ലേ? അപ്പൊ നമുക്ക് ഓക്കെ ഗൈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. സ്റ്റാർബക്സ്. ബ്രോ നമ്മളും തുടങ്ങി. ബ്രോ തുടങ്ങിയാ? പിന്നെ അറിയാലോ സീനാണ്. അറിയില്ലേ? ഇപ്പൊ കണ്ടോ? കണ്ടോ? ഇന്ന് ഈ ചലഞ്ച് KMC Common തൂക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. മിൽക്ക് റിംഗ് ആണോ? മിൽക്ക് റിംഗ് അല്ലല്ലോ. അപ്പൊ ഇല്ല, മൈനസ് ആക്കി പൂജ. ഇത് കൊച്ചിയിലുള്ളതാണോ? ഇത് കൊച്ചിയിലുണ്ടോ? അപ്പൊ പിന്നെ നോക്കണ്ട. മിൽക്കും ക്രൗണും. അപ്പൊ എന്തായിരിക്കും? മിൽക്ക് ഷേക്ക്. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ തോറ്റ്. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറയാം. മൈനസ് ഇടും. തെറ്റിപ്പോയ മൈനസ് ഇടും. നീ തോറ്റോ? അല്ല, ഞാൻ തോറ്റു. ശരിയാക്കുവാണെങ്കിൽ പ്ലസ് ഇടും, തെറ്റിക്കുവാണെങ്കിൽ മൈനസ് ഇടും. ഓക്കെ ആണോ? വേണ്ടല്ലേ? നമുക്കറിയുന്നു. അപ്പൊ എഡ്വിൻ BCB 0. എനിക്ക് 1 റാഷിക്കിൽ. അല്ലെങ്കിൽ നീ വരുമ്പോ എനിക്ക് നല്ല ഭാഗ്യം ഉണ്ട് കേട്ടോ. ഏറ്റവും അവസാനം നീ ആവുന്നുണ്ട്. ഇതിന്റെ പേര് പറഞ്ഞില്ലടാ. അതിന്റെ അത് ഫുട്ബോള്. അതല്ലടാ, റൈറ്റ് സൈഡിൽ ഇരിക്കണേ. അച്ഛാ, ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു? ഉഴുന്നോട. അത് മറ്റേ ഇതിട്ട് വരുന്നോടെയാ.
നമ്മളത് എത്ര ആളെയുടെ കഴിക്കാൻ പോയിട്ട് പേരറിയില്ല അല്ലേ? എന്റെ കൂട്ടുകാരന്റെ പേരും അറിയില്ല. ആ പേര് അവനറിയില്ല. കിട്ടാൻ വേണ്ടിട്ട് പറയുന്നതാ. പേര് പറയണ്ട. പേര് പറഞ്ഞു. അതിന്റെ പേര് മറന്നുപോയി. അയ്യോ ഫുൾ ഫോം എനിക്ക് ഫുള്ള് അത് കൊണ്ട് വരുന്നില്ല. ബാസ്കറ്റ്ബോൾ അല്ലല്ല അങ്ങനെയല്ല അത് വരുന്നേ. ഇല്ല ഞാൻ തോറ്റേ. എന്താ എനിക്ക് അറിഞ്ഞോളെ, എനിക്ക് അറിയാതെ എന്തെങ്കിലും പറഞ്ഞു. തോറ്റു പറ. ആ ഞാൻ തോറ്റു. ഞാൻ ഇവൻ തോറ്റില്ല. ബ്രോ ഇല്ല ബ്രോ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നില്ല. ബ്രോ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. ഇല്ല അങ്ങനെ വിട്ടുകൊടുക്കില്ല. -1 ഓ ഭാഗ്യം. സ്പെഷ്യൽ ഡോണറ്റ് അല്ലേ? അല്ല നിൽക്കുന്നില്ലേ ഈ ഡങ്കിന് എന്താ? ഡങ്ക് മീൻസ് ഇങ്ങനെ ഡങ്ക് ബോൾ എടുത്തിട്ട് ഡങ്ക് ഇൻ അകത്തേക്ക് ഇടുക. അപ്പൊ ബാസ്കറ്റ് ബോൾ എന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ അങ്ങനെയല്ല കളി. അങ്ങനെയല്ലേ കളി? ബോളിനുള്ള സംഭവമാണ് ഡങ്ക്. ഡങ്കിൻ ഡെങ്കിന് ഒരു ടീം ഉണ്ടല്ല. ടീമിൽ നീ എന്നിട്ട് ബാത്ത് പറഞ്ഞോണ്ടാണ് ഞാൻ മറ്റേതാന്ന് വിചാരിച്ച് ബാസ്കിൻ റോബിൻസൺ അങ്ങനത്തെ സാധനമില്ലേ? ആ മറ്റേ ഐസ്ക്രീം കമ്പനിയുടെ പേര്. അങ്ങനെ സാധനമുണ്ട്. KFC. മറ്റേ അപ്പാമ ചിക്കന്. അത് ഞാൻ പറയാൻ പക്ഷെ ഞാൻ പറഞ്ഞില്ല. എനിക്കിത് ഇതാവുന്നില്ല. ഞാനത് കണക്ട് ചെയ്യരുത്. ഞാനും കണക്ട് ചെയ്തോണ്ടിരിക്കുക. KFCന്റെ പരസ്യത്തിലുള്ള പരസ്യത്തിലുള്ള ഫുൾ ഫോം KFC എന്ന് പറഞ്ഞു. കർണാടകയിലടാ. എന്തോ ചിക്കനാ? അതൊക്കെ നിങ്ങളുടെ അവിടെ. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ കൊമ്പന് 2 points ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിസ്സ ഹട്ട്. കൈ പൊക്കണേ. ബ്രോ ആദ്യമേ കൈ പൊക്കാതെ ഞാൻ അതിന്റെ ഇടയിൽ നിന്നത്. ഇങ്ങനെ കൈ പൊക്കി ഉടനെ ആൻസർ പറഞ്ഞു. കൈ പൊക്കിയിട്ടാണോ കൈ പൊക്കാതെയാണോ? ഒരുമിച്ച് ഞാൻ ഇങ്ങനെ അങ്ങനെ. പക്ഷെ കൈ പൊക്കിയിട്ടുണ്ട് ഉത്തരം പറയാൻ. ബ്രോ 2 ഇടും. അടുത്ത 3, 2, 1. ബർഗർ കിങ്. അങ്ങനെ പറയില്ലേ, രണ്ടൊരു കൈ വിട്ട് അവരാ പറയണ്ട ആരാ കൈ പൊക്കിയെന്നുള്ളത്. നീ എന്തിനാ പറയണേ? എന്തായാലും കൈ വെക്കുന്ന ഇല്ല അത് പറയരുത്. അതാണ് മനസ്സിലായത്. അത് പോയിന്റ് പോട്ടെ. എല്ലാരും ഒരേപോലെ ഇനി അങ്ങനെ പറഞ്ഞാൽ കൊടുക്കല്ലോ. കൊടുക്കരുത്. ഞാൻ ഒരിക്കലും കൊടുക്കരുത്. പ്രത്യേകിച്ച് കൊമ്പ വെക്കുവാണെങ്കിൽ കൊടുക്കരുത്. ഇതെന്താ? ഞാനൊരു റിസ്ക് എടുക്കാം. ഹെൻഫില. അതൊന്ന് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നന്നായി കാണാം. ഹാപ്പിയല്ലേ? ബ്രോവറാ? അല്ലല്ല അങ്ങനത്തെ ഒന്നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. ഇല്ല ഞാൻ പറയൂല. തോറ്റു. ബ്രോവറാ? ഞാനും തോറ്റ്. അതേതാ കാണിക്കാൻ നോക്കട്ടെ. അതേ റെസ്റ്റോറന്റ്. പിന്നെ ബ്രോ എല്ലാം കണ്ടോണ്ടിരിക്കല്ലോ വെച്ചാൽ. അടുത്തത് പ്ലീസ്. നെക്സ്റ്റ് എന്താണ്? ഞാൻ വെറുതെ പറയണ്ടേ? 5 brothers ആണ്. ഇതിൽ ആ ഗസ് ചെയ്ത ആളോ എന്നൊരു ഡൗട്ട്. പക്ഷേ കേട്ടിട്ടില്ല അത് അങ്ങനത്തെ ഒരു സാധനം. ഗസ് ചെയ്യുന്നതിന് പോയിന്റ് അടക്കല്ലേ? എനിക്ക് 0 ആയി. ഗസ് ഞാൻ മാത്രം ഇറങ്ങി അങ്ങ് കളിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ അതന്നെ അതായിരിക്കും. കൺഫേം ആയിരിക്കും. ഇതല്ലെങ്കിൽ അതായിരിക്കും. രണ്ടുപേരും മണ്ടമായ. ഫൈവ്മാൻ. കൈ പൊക്കിയിട്ടില്ല. കൈ പൊക്കിയിട്ടൊന്നും പറഞ്ഞു. ശരിയാവും നോക്കാം. ഫൈവനല്ല, ഞാൻ തോറ്റു. ഞാൻ ഫൈവ്മാനെ പറയാൻ നിന്നത്. അല്ലാണ്ട് വേറെ എന്താ പറയാന്ന്? നീ എന്ത് തേങ്ങ? നീ ഞാൻ വേറെ എന്താ പറയണ? ഉത്തരം കാണിക്ക്. ഉത്തരം 5 students ആണ്. സ്റ്റുഡൻസ് ആദ്യം പക്ഷെ ഞാൻ 4 ആണെങ്കിൽ ഞാൻ ആദ്യം എന്ത് പറയുന്ന അറിയാം? 4 brothers പറയായിരുന്നു. റെസ്റ്റോറന്റ് കാണിക്ക്. ഫോട്ടോ കാണിക്ക്. 5 guys. ഞാൻ 5 brothers അല്ലാന്ന് കൺഫേം ആയപ്പോ പിന്നെ 5 men എത്തി. അങ്ങനെ എന്താ? ഞാൻ പറയൂല. ഞാൻ പറഞ്ഞുതരാൻ വേണം നിങ്ങൾക്ക്. ഊബേ കണ്ണ്
അപ്പുറത്തെ ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ. നക്ഷത്രം. നക്ഷത്രം അതോ? ഞാൻ എന്തായാലും ഗസ് അടിക്കുമ്പോ ബാൽ നക്ഷത്രം അല്ലേ? ബ്ലാസ്റ്റ് ആയി. താങ്ക് യു. ഞാൻ പറയാൻ നിൽക്കായിരുന്നു. വേറെ ആലോചിക്കട്ടെ. ബ്ലാസ്റ്റ് ഒന്നും കിട്ടിയില്ല. ബ്ലാസ്റ്റ് അല്ല, അതിനകത്ത് അത് മറ്റേ രണ്ടാമത്തെ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ. കള്ളൻ കുറുവ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടോ? ചിരിയൊക്കെ പിടിച്ചെടുത്തിരിക്കും, അഭിനയിക്കുന്നുണ്ടോ? അടുത്ത ബസൂക്കയിലുണ്ട് കേട്ടോ നിങ്ങള് മെഡലായിട്ട്. ബ്ലാസ്റ്റ് ആണ്. ബ്ലാസ്റ്റ് അല്ല, അത് ബ്ലാസ്റ്റ് അല്ല. പിന്നെ ബ്രോ പറയാൻ നിൽക്കുവായിരുന്നു പറഞ്ഞതാണ് തേങ്ങ അറിയത്തില്ല. ബ്ലാസ്റ്റ് അടിക്കുമ്പോഴാണ് ആ സാധനം വരിക. കേരളത്തിലുള്ള ആണെങ്കിലും ഞാൻ ഒരു അതെ ഈ കൊച്ചിയിലുള്ള വല്ലതും ഉണ്ടോ? കേരളത്തിലാണ് ഞാൻ ഇപ്പൊ ഒരു പേര് പറയും. എല്ലാം ഇന്ത്യൻ നാഷണൽ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോപ്പ് ഇതല്ലടാ. അയ്യോ ഞാൻ വരുമ്പോ ഭയങ്കര ഭാഗ്യം തന്നെ മൈൻഡിൽ. ഞാൻ കേറട്ടെ, നീ കേറട്ടെ. കാണിച്ചേ ഇവിടെ സാധനം കാണിച്ചേ. ഇന്ത്യയിലുണ്ട്, കേരളത്തിലും ട്രെയിനാണോ മറ്റേ ആ സൈഡിലുള്ള? ആവാം. എനിക്കറിയാതെ നിങ്ങളൊക്കെ കള്ളക്കളിയന്മാരാ. കാശുണ്ട് രണ്ടാമത്തെ ഇല്ല. ചായ കുടിക്കാൻ രണ്ടാമത്തെ ഐറ്റം എന്താ പറയാ? രണ്ടാമത്തെ ഐറ്റം ബർഗർ. പറയട്ടെ അയാൾ പറയട്ടെ. ട്രെയിനും ബണ്ണും അല്ല, ട്രെയിനും ബണ്ണല്ല, ട്രെയിനും ബൂസ്റ്റർ. ട്രെയിൻ ബൂസ്റ്റർ. ട്രെയിൻ ബൂസ്റ്റർ അല്ലേ? എടാ പൊട്ട. എടാ അതിന് വേറെ പേരുണ്ടാ. സാൻഡ്വിച്ച് ആണ് ഇത്. സാൻഡ്വിച്ച് അല്ല ഇത് സാൻഡ്വിച്ച് ആണ്, നിന്നെ കൊല്ലും. സാൻഡ്വിച്ച് ത്രികോണത്തിലാണ് ഇരിക്കുന്നത്. സാൻഡ്വിച്ച് ഇങ്ങനെയല്ല, സാൻഡ്വിച്ച് ബ്രെഡാണ്, ബണ്ണല്ല. ശരിയാണല്ലോ. കേരളത്തിലുണ്ടോ? പിന്നെ കൊച്ചിയിലുണ്ട്, ലുലുവിന്റെ അകത്ത് മറ്റേ ആ 3rd ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എസ്കലേറ്റർ കയറി ലിഫ്റ്റ് ഒക്കെ ഉള്ള സൈഡില്. 3rd ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡിന്റെ അപ്പുറത്ത് ഒരു കടയുണ്ട്. അതിന്റെ അവിടെ കുറെ കടകളുണ്ടല്ലോ. ലെഫ്റ്റിലും ഉണ്ട് ആ കട. അവിടെ മറ്റേ പൂമയുടെ ഷോറൂം അല്ലേ? എനിക്കറിഞ്ഞൂടാ, ഞാൻ വിട്ടു. ഞങ്ങള് ഫ്രണ്ടിലേക്ക് പറയട്ടാ. തോറ്റ് പറയണ്ടേ പറ. ഇല്ലില്ല ഞാൻ തെറ്റി. കാണി അപ്പൊ സബ് ട്രെയിനിന്റെ മറ്റേ എന്താ പറയാ, തുരങ്കല്ലേ എന്താ പറയാ, അതല്ലേ ഞാൻ പറഞ്ഞ മറ്റേ 3rd ഫ്ലോറിൽ. ഇത്രയും കണ്ടു പരിചയമുള്ള സാധനം കത്തിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ഞാൻ ഇത് അത് ചിന്തിച്ചില്ല. മറ്റേ ഇത് ഓഡിയൻസ് ഇച്ചിരി കഷ്ടപ്പെടും, നല്ല രീതിയിൽ കഷ്ടപ്പെടും. ഓഡിയൻസ് ആണ് നമ്മളാണ് ജയിക്കുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മുടെ ഓഡിയൻസ് കഷ്ടപ്പെടുക ഇച്ചിരി പാട് വീട് നിങ്ങള്. ഗൈസ് നോക്കാം. ഗൈസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഈ 2 ഇരട്ടകളൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അടുത്ത ക്വസ്റ്റ്യൻ. ചർച്ചും ചിക്കനും, ചിക്കൻ ചില്ലി ചിക്കൻ, വിവാദമാക്കാണ്ടിരുന്നാ മതി. ഞാൻ പറയാൻ വേണ്ടി കൈ നോക്കിയത്. ഒരു ഉത്തരം പറയണം. ചർച്ചിക്കൻ പോടാ. ഞാനത് പറഞ്ഞതായിരുന്നു. മാലര് കണി ചിക്കൻ. അയ്യോ എനിക്കറിയത്തില്ല. ചർച്ച് ചിക്കൻ ഞാൻ പക്ഷെ കൈവക്കാരെന്ന് പറഞ്ഞ. അയ്യോ അപ്പൊ അങ്ങനത്തെ ഉത്തരം വരാം. മുടിയാടി ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രഞ്ചി ഹൗസ്. ക്രഞ്ചി ഹൗസ് അല്ലേ? ബ്രോ റെക്കോർഡ് അടിക്കോ? അതിന്റെ പേരാണ് ആലോചിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ അത്? അല്ല, ഇത് കൊച്ചിയിലുണ്ടല്ലേ? കൊച്ചിയിലുണ്ടല്ലേ എന്തെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ നമുക്ക് കൈ പൊക്കിട്ട് പറയല്ലേ. വേഫിൾ ഹൗസ് ആണോ? അതെ സത്യം. ഞങ്ങളുടെ മാർക്ക് മേളിലേക്ക്. സത്യം കേടാ, സത്യം. അത് കറക്റ്റ് ആയിരുന്നു. അത് കൊച്ചിയിലുണ്ട് തോന്നുന്നുണ്ടോ? 3, 2, 1 ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ മീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ബീസ് ബർഗർ. ബീസ് ബർഗർ ആണോ? അല്ല, മൈനസിൽ. ബീസ്റ്റ് ബർഗർ അല്ലേ? മൈനസില് -7 ജമ്മത്താരും ആയിട്ടില്ല. ബീസ്റ്റ് ബർഗർ എന്നല്ലേ? ബീസ്റ്റ് ബർഗർ അല്ലേ?
അതെന്തിനാ പറയണേ? ഇനിയിപ്പോ അവര് മാറ്റി പറയല്ലേ? ഇങ്ങനെ ഞാൻ വരെ പറയട്ടാ, നിങ്ങൾ പറഞ്ഞോടി പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ, എനിക്കത് കൺഫേം ചെയ്യാം. അത് മിസ്റ്റർ ബീസ്റ്റിന്റെ ലോഗമാണ്. ആണോ? അല്ലേ? അതോ? അതെ അല്ലേ? ഇതെന്തിന് പൊട്ടത്തരൊക്കെ വിളിച്ചോളാം. മിസ്റ്റർ ബീസ്റ്റിന്റെ ലോഗമാണ് അതോ? ഒന്നുകൂടി ചിന്തിച്ചു നോക്കി. അതല്ല, പിന്നെ എന്തിനാ വേണ്ടി ബീസ്റ്റ് ബർഗർ എന്ന് പറഞ്ഞു? ഞാൻ ആദ്യം അങ്ങനെ വളർത്ത പൊട്ട അറിയോ? 2 ലെറ്റർ മിസ് ആയെന്നല്ലേ പറഞ്ഞു. മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞില്ല, മിസ്റ്റർ ബീസ്റ്റ് പറയുന്ന അവൻ ശരിയാവും. പറഞ്ഞോ മിസ്റ്റർ ബീസ്റ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് തന്നെയാ മിസ്റ്റർ ബീസ്റ്റ് ബർഗർ ആണ്. ഇനി പറയല്ലേ, അതെന്തിനാ പറയണേന്ന്? അത് മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞാ. ആദ്യത്തെ പറഞ്ഞാൽ വേണേ പറഞ്ഞോ, അതാണ് മിസ്റ്റർ ബീസ്റ്റ് ബർഗർ. ബീസ്റ്റ് ബർഗർ ബീസ്റ്റ് ബർഗറാ ഞാൻ പറഞ്ഞ മണ്ട. കൈ പൊക്കിയില്ല. അത് വിട്ടാവണില്ലടാ, അതാണ് പ്രശ്നം. എന്ത് ആലോചിച്ചിട്ട് അങ്ങ് ഇതാവുന്നില്ല. ബീസ്റ്റ് ബർഗർ എന്നാണ് എനിക്ക് ഉള്ളത്, പക്ഷെ അതല്ലല്ലോ. ഇനി ആ ജീവിന്റെ പേരെന്താ? മറ്റേതല്ലേ? പാന്തറാണോ? പുലി ജാഗോറോ? പാന്തർ അല്ലേ? ഞാനും തൊരു മിസ്റ്റർ ബീസ്റ്റ് ബർഗർ. അത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ മിസ്റ്റർ ബീസ്റ്റ് ബർഗർ ആന്ന്? പറഞ്ഞോ മിസ്റ്റർ ബീസ്റ്റ് ബർഗർ ആയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞില്ല മിസ്റ്റർ ബീസ്റ്റ് ബർഗർ. പറയാനില്ലേ? ഇതിനെ കുറിച്ച് പോയിന്റ്സ് വേണ്ട. മിസ്റ്റർ ബീസ്റ്റ് നമ്മൾ ജയിച്ചു. ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിങ്ക് സ്റ്റോപ്പ്. അയ്യോ, ഞാൻ പറയാൻ വേണ്ടി വന്നേ. അതിപ്പോ എല്ലാരും പറയാൻ വേണ്ടി വന്നേ. അപ്പൊ അതാണെന്ന് അറിയില്ലല്ലോ. ക്യാംസികോമിൽ ഒന്നും നോക്കാല്ലേ, ഇടം വല്ല നോക്കാനില്ല. അടിക്കടക്കും അമ്മയുടെ സാറ്. വിങ് സ്റ്റോപ്പ് ആണ്, വിങ് സ്റ്റോപ്പ് അല്ല. ആണോ? ആദ്യത്തെ ഒന്ന് വെട്ടിയാക്കട്ടെ, മൈനസ് ഇട്ടാക്കട്ടെ. അപ്പ് ആൻഡ് ഡൗൺ ബർഗർ അല്ല. ഏത് ഞാൻ റാഷിക് DB കൂടുതൽ പോയിന്റ് എടുത്തു എന്നുള്ള പരാതി വേണ്ട. ഒന്ന് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എനിക്കൊന്ന് പറഞ്ഞുതരാമോ? അതിത്തെ ഞാൻ പറഞ്ഞ അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ 3 ശരിയാ. അപ്പ് ഡൗൺ ബർഗർ. അതെ ഞാൻ പറഞ്ഞത് അപ്പ് ഡൗൺ ബർഗർ അല്ല ഞാൻ പറഞ്ഞേ. എന്താ ഒരു ആൻഡ് കുട്ടിയല്ലേ? അല്ല, അപ്പ് ഡൗൺ ബർഗർ. അതല്ല ഞാൻ പറഞ്ഞത്. അല്ല, പറഞ്ഞേ. ആൻഡ് കുട്ടിയാലും അത് അങ്ങനെ പറ്റത്തില്ല. ഇവൻ പറയില്ലേ, അപ്പൊ പറയും. എനിക്ക് സാധനം കിട്ടി. ടോപ്പ് ഡൗൺ ആണോ? പിന്നെന്താ? ഇൻ ആൻഡ് ഔട്ടോ? എന്താ ഇതൊക്കെ ഇന്നാണോ? അത് ഇന്ന് കേറുക, ഔട്ട് താഴെ ഇറക്കുക. ആണോ? അത് വലിയൊരു അറിവായി പോയല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് ഒന്ന് ഓടിച്ചു പറയാം. ഈ കളിക്ക് ഞാനില്ല കേട്ടാ. വേണ്ട, ഇത് പോയിന്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. അത് ഇയാൾക്ക് എനിക്ക് 1, എഡ്വിൻ BCB 0, ക്യാംസികോമൻ -9. ബ്രോന് നമ്പർ എത്തി. അതുവരെ -5 ആയിരുന്നു, ഇപ്പൊ -9. അപ്പൊ അടുത്ത ചോദ്യം. എടാ ഇതിന്റെ പേര് ഈ ക്യാരക്ടറിന്റെ പേര്? ആ ക്യാരക്ടർ പൂക്കി. ഇത് മറ്റേ ക്യാരക്ടറല്ലേ, മാസൂപ്പിലാമി. ക്യാരക്ടറിന്റെ പേര് കിട്ടി. പോക്കിയ. പക്ഷെ ബാക്കിയുള്ള കണക്ട് ആവുന്നില്ല. ബ്രോ ഒന്നേലും പറയാമോ? ഒരെണ്ണമെങ്കിലും പറയാമോ? ഇതൊക്കെ ഏത് റെസ്റ്റോറന്റ് ആണ്? ക്യാംസികോം പറയാ. കൊമ്മ പറയില്ല. കൊമ്മന്റെ രാജദീപി ഒരെണ്ണെങ്കിലും പറ. കൊമ്മ പറയത്തില്ല. ഇങ്ങനെ ബാക്കിയുള്ളവരെ കൊണ്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കൊമ്പം കൊമ്മൻ പറയത്തില്ല. കാരണം എന്താ അറിയോ? കൊമ്മന്റെ സ്കോർ എത്തിയിട്ട് ഇനി കൊമ്മൻ പറയത്തില്ല. അവസാനിപ്പിക്കേണ്ടി വരും. വേണേ പറഞ്ഞോ. എനിക്ക് ആ ക്യാരക്ടറിന്റെ പേര് കിട്ടി. ഞാൻ തോറ്റു. ഞാൻ തോറ്റു. എല്ലാത്തിനും കൊമ്പ ഞങ്ങൾ തോറ്റു. ചിലക്കാതെ പറയണ എനിക്ക് അറിഞ്ഞിട്ടേ അത് പോക്കിമാന്റെ മറ്റേ സാധനം അല്ലല്ലേ? പോക്കിമാനല്ല, സോണിക്കാണ് ക്യാരക്ടർ. സോണിക് സ്റ്റിയറിംഗ്. എന്താ ശരിക്കുള്ള ആൻസർ എന്താ? സോണിക് ഡ്രൈവിംഗ്. എടാ
ഡ്രൈവിംഗ് എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പറയാവുന്നതായിരുന്നു, പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. വെറുതെ പിന്നെ എനിക്ക് അടിക്കണ്ടല്ലോ. അപ്പൊ അടുത്ത പോട്ടെ ആണ് ഉറപ്പാ. അതെ രണ്ടാമത്തെ ആണ്. അങ്ങനെ അത് കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ വേറെ ഇമോജി എടുത്തൂടെ രണ്ടാമത്തെ? ഞാൻ കയറി പറയൂലേ. അതല്ലല്ലോ, അതല്ലാന്ന് ഏത് പൊട്ടലും അറിയാലോ. ആ ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തെ മാംസം അല്ലേ? അല്ലല്ല മാംസം അതല്ല മാംസം കുളു വേണോ? ആദ്യത്തെ ഇത്തൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ? ബീഫാ? അത് ഓൾറെഡി അറിയായിരുന്നു. ഇത്ത വേണോന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞതാണ്. എനിക്കറിയാം, പക്ഷെ അതിന്റെ രണ്ടാമത്തെ വരുമ്പോഴാണ് ഒരു ശോകം വരുന്നത്. റെസ്റ്റോറന്റ് വേറെയല്ല, ഫുഡിന്റെ ഐറ്റമല്ല. -11 സ്റ്റീക്ക് ഷേക്ക്. സ്റ്റീക്ക് ഷേക്കാ? ശരിയാണോ? നോട്ടെ സ്റ്റീക്ക് ആൻഡ് ഷേക്ക്. 10 9 എത്തിട്ട് വീണ്ടും അതാണ് ഞാൻ സ്റ്റീക്ക് ആൻഡ് ഷേക്ക്. വീണ്ടും -9 ആയപ്പോഴുള്ള സന്തോഷം കണ്ടോ? എന്റെ നമ്പർ കിട്ടി. അതാ അടുത്ത ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതൊക്കെ കഴിക്കണം പറഞ്ഞ സ്റ്റീക്കാണ്. ബീഫ് സ്റ്റീക്ക് പിന്നെ മറ്റേത് ഷെയ്ഖ് ഖാനിന്റെ ഷേക്ക്. അപ്പം ഷേക്ക് ആയിരിക്കും. ആപ്പിൾ ബി ആണ്. ആണോ? എടാ എന്താ ഇത് ആവശ്യമുള്ള സമയത്തൊന്നും ഇതുപോലത്തെ സാധനം എടുത്തില്ല. ഒക്കെ വേറെ മീനിങ് വരും. ആപ്പിൾ ബീസ്. ബീസ് ഉണ്ടല്ലോ. അയ്യോ ഇതിന് നിന്നെ -10 അടുത്ത് ബക്കറി നീ അടിച്ച് കേറി നീ ജയിക്കും. ഒരു പോയിന്റ് കൂടി പറ. പെനാൽറ്റി വരുമോ? പെനാൽറ്റി ബ്രോ നെക്സ്റ്റ് വൺ. ഫയർ ഹൗസ് സബ്വേ. ആണോ? ഫയർ ഹൗസ് സബ്വേ. 11 വീണ്ടുണ്ട് പ്ലീസ്. എടാ എങ്ങനെയാ വരിക? അതാ അത് വരത്തില്ല. എന്താ വല്ലാത്ത? സബ്വേന്ന് ചിലപ്പോ ഫുൾ ആയിട്ട് വരത്തില്ല. സബ്വേന്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായ? എന്താ പകുതി സബ്ബാ? ഫയർ ഹൗസ് സബ്ബാ? അത് അറിയാൻ പറ്റില്ല, വന്നാലേ അറിയുള്ളൂ. ഇത് പിന്നെ ഫയർ ഹൗസ് വേന്ന് വരുമോ? പിന്നെ ട്രെയിനിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ. സബ്വേന്ന് എന്തായാലും വരും, കാരണം ഫുഡ് കോർട്ടിന്റെ മിക്കതും സബ്വേ വരും. ഫയർ ഹൗസ് വേ നമ്മളാ തോരു ഉത്തരം കാണി. ആടാ എന്തേ പറഞ്ഞ ഫയർ ഹൗസ് സബ്ബാണെന്നുള്ളത്. ഹാപ്പി ആയില്ലേ? ഫയർ ഹൗസ് ഹാപ്പി ആയില്ലേ? ഇപ്പൊ മനസ്സിലായോ? നമ്മള് പറഞ്ഞില്ലേ ബ്രോ ഇതെന്ന് ബ്രോ പറഞ്ഞു. ഇത്രയും പറഞ്ഞല്ലേ ബ്രോയുടെ കാട്ടായോ? Okay, 3, 2, 1. ഓക്കെ. പൊക്കിയോ? കൈ പൊക്കിയാണോ? ഞാൻ രണ്ടോട്ടം പൊക്കി. നോക്കിയതാ. വൈറ്റ് പാലസ്. No. കൊട്ടാരം. എന്തായാലും മൈനസ് വരില്ല ചത്താലും. ഇനി പറയില്ല അതിന്. അത്രേ ഉള്ളൂ. അതിനൊരു ഇതുണ്ട്, അതിനൊരു പേരുണ്ട്. കവാടം. അതല്ലേ നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കവാടാണ് അത്. കവാടം പാലസ് അല്ല, കവാടം. ഞാൻ തോറ്റു. White Castle. അതിനൊരു പേരുണ്ട്. ശരിയാ, പാലസ് അല്ല അല്ലേ? വൈറ്റ്. ഓക്കെ. നോക്കി 3. ഓക്കെ ഗായ്സ്, മറ്റേ സാധനം അതിന്റെ പേരെന്തെന്ന് പറഞ്ഞോ? ഡെൽറ്റാക്ക് വേണം. ഒന്ന് അതിന്റെ പേര് മറന്നുപോയിണ്ടായിരുന്നു ആ ഫുഡിന്റെ. ഗായ്സ് അങ്ങനെ ലീഡ് 1 പോയിന്റ്. പക്ഷെ ഫുഡ് ചാലഞ്ചിലൊന്നും നിനക്കൊരു ഇതില്ലല്ലോ. അതിന് ഭാഗ്യം വേണം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാസ്കറ്റ് റോബിൻസ്. ആണോ? എടാ നീ ആദ്യം ഓർമ്മ പറഞ്ഞേ. ആണോ? അതാണ് ബാസ്കിൻ റോബിൻസ്. ഓ ബാസ്കിൻ റോബിൻസ്. ഓ നൈസ്. ഇത് ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ടല്ലേ? ഉണ്ട്. അതുണ്ട്. അത് നമ്മുടെ ഇവിടെ ഉണ്ട്. 11. ലക്കി നമ്പർ 13 അല്ലേ? അയ്യോ ലക്കി അല്ലല്ലോ. ഗായ്സ് അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ റിസൾട്ട് നോക്കാം. ഇവിടെ റാഷിക് DB 0 ആൻഡ് എഡ്വിൻ BCB 1 പോയിന്റ് ആൻഡ് കെംസി കുമ്മൻ -11 പോയിന്റുകളുമായി ഇവിടെ വിജയിച്ചിരിക്കുന്നത് കൊമ്പനാണ് ഗായ്സ്. 11 പോയിന്റ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഗായ്സ്. ഒക്കെ നമ്മുടെ എഡ്വിൻ BCB ജയിച്ചത് 1 പോയിന്റ് നേടിയിരിക്കുന്നു. എനിക്കിപ്പോ എന്താ പറയാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും കളിക്കുക, നിങ്ങളും ജയിക്കുക, ഇതേപോലെ തോക്കിട്ട് പോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കുമല്ലോ.